ഇന്നാണെങ്കിൽ ഞങ്ങൾ ഒരു വർഷമായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്ത് സൈൻ വാങ്ങിച്ച് മാംസിൻ്റെ പുറകെ നടന്ന് വൈവ പറഞ്ഞ് കേൾപ്പിച്ച ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഞങ്ങൾ ആക്രിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു വർഷമായിട്ട് ഞങ്ങളിതെല്ലാം കൂട്ടി വെച്ചേക്കുമായിരുന്നു, കൊടുത്തില്ലായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞല്ലോ, എങ്കിൽ പിന്നെ ഇതൊക്കെ അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. 2-3 ബാഗിൽ ആക്കാനുള്ള പുസ്തകങ്ങളും അസൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ വലിയ ഒരു 2 ട്രാവലർ ബാഗിൽ ആണ് സാധനങ്ങൾ നിറച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് പൊക്കാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോയിലാണ് പോയത്. അടുത്ത് തന്നെയാണ്, പക്ഷേ നമുക്കത് പൊക്കിക്കൊണ്ട് പോകാനുള്ള ആവതില്ലാത്തതുകൊണ്ടാണ് ഓട്ടോ വിളിച്ചത്. അതിലിരിക്കാൻ പോലും ഇല്ല, സ്ഥലമില്ലായിരുന്നു. എന്നിട്ട് ഷെറിനെ പിടിച്ച് ഞങ്ങൾ ഫ്രണ്ടിൽ ഓട്ടോക്കാരൻ ചുണ്ടോടെ ഇരുത്തി. അങ്ങനെ ഞങ്ങൾ ആക്രിക്കടയിലെത്തി. നമ്മൾ സ്ഥിരം ഇവിടെയാണ് കൊടുക്കാറുള്ളത്, നമ്മുടെ കോളേജിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇവിടെയാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ എല്ലാം കൊടുത്തു. കാണുമ്പോൾ ഒരു വിഷമമുണ്ട്, നമ്മൾ അത്രയും നാൾ കുത്തിയിരുന്ന് എഴുതി കഷ്ടപ്പെട്ട് എഴുതി സൈനൊക്കെ വാങ്ങിച്ചതാണ്. അങ്ങനെ ഞങ്ങൾക്ക് പൈസ കിട്ടി ഗൈസ്. എങ്കിൽ പിന്നെ നമ്മൾ മന്തി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ പുസ്തകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഈ മന്തി വാങ്ങിക്കൽ. പിന്നെ ഈ കാണുന്നത് നമ്മൾ മെസ്സിൽ ചിക്കൻ വറുത്തതിൻ്റെ പൊടിയാണ്. മന്തി കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂട്ടി ചോറ് കഴിക്കണമല്ലോ, അത് ഞങ്ങൾ മുൻകൂട്ടി ഇതെടുത്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ പിന്നെ മന്തി കിട്ടിയപ്പോൾ എങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതും കൂടെ എടുത്ത് വെച്ചതാണ്. മന്തി നല്ലതായിരുന്നു, പക്ഷേ മയോണൈസ് ഒന്നും എല്ലാ പ്രാവശ്യം വാങ്ങിക്കുന്ന പോലെ അത്ര ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. പിന്നെ നമുക്ക് അച്ചാറും സ്പ്രൈറ്റൊക്കെ ഉണ്ടായിരുന്നേ, അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ നമ്മൾ എന്ത് കിട്ടിയാലും കഴിക്കുമല്ലോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബായ്.